വലിപ്പം കണ്ടോ, ഒരു ട്രക്കിന്റെ വലിപ്പമാണ് ഒരു ചിറക്. നമ്മൾ ദൂരെ കാണുമ്പോൾ മാക്സിമം ചെറുതായിട്ട് തോന്നുന്ന ഒരു കാറ്റാടിയുടെ ഒരു ലീഫാണ് ഈ കാണുന്നത്. വേറെ ഇത് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയാണ് ഈ സേലം. തേനിക്കും സേലത്തിനും ഇടയ്ക്കുള്ള ഭാഗങ്ങൾ. ഇത് എത്ര കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങനെ തൂത്തുക്കുടി ചെന്നൈ? 650 കിലോമീറ്റർ. എത്ര ദിവസം കൊണ്ട് പോയി വരും? 8 നാളും കൊണ്ട് പോയി വരും. ഇപ്പൊ എത്ര ജോലിക്കാരുണ്ട്? 3 പേര്. ഒരു ക്ലീനർ, ഒരു പോട്ടർ, ഒരു ഡ്രൈവർ. എത്ര മീറ്റർ വരും? 81 മീറ്റർ. ഞാനൊരു 70 മീറ്റർ പറഞ്ഞായിരുന്നു, 81 മീറ്റർ. അത് ഇവരെ കണ്ടപ്പോൾ നമുക്ക് ഇത് കൃത്യമായൊരു ഡീറ്റെയിൽ മനസ്സിലായി. ബിജു മിറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളുടെ പ്ലാന്റുകളുടെ ഓരോരോ വെറൈറ്റികൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ് ഞങ്ങൾ. പോയി വരുന്ന സമയത്ത് വഴികളിൽ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ ഇത് നമ്മുടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ചെറുതായിട്ട് നമ്മൾ കാണുന്ന ഒരു കാറ്റാടി, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടിയുടെ ഒരു ചിറകാണ്. ഇതുണ്ടോ? ഇതിൻ്റെ ഞാനൊന്ന് നടക്കുക, എന്നാ ദൂരമാണ് ഏകദേശം. ഇതിൻ്റെ കൈയുടെ വീതി വരുന്നുണ്ട്, കൈ വിരിച്ചു പിടിക്കുന്ന ഒരു വീതി ഇതിൻ്റെ അറ്റത്തിന് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് പോകാം. ഇത് എവിടെ നിന്ന് വരുന്നതാണ്? ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? എൻ്റെ അടുത്ത് നിന്ന് വരുന്നത് ഇവിടെ തിരിയില്ല. അപ്പം ചെന്നൈയിൽ വരും, ചെന്നൈയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരുന്ന. ഓക്കെ. അപ്പോൾ ഇവർ ചെന്നൈയിൽ നിന്നാണ് ഇപ്പോൾ വണ്ടി വരുന്നത്. അപ്പോൾ ഇതുണ്ടോ, ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരുന്ന ഓടിക്കാൻ അപ്പോൾ ഇതിൻ്റെ ചേസ് നോക്ക്. ഉരുക്കിൻ്റെ ചേസാണ് ഈ ചേസ്. ഈ ചേസിലാണ് ഈ വണ്ടികളുടെ ഫ്രണ്ടിൽ ഒരു സെക്ഷൻ, അതിൽ നിന്ന് ഈ ചേസിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് ചുരുങ്ങിപ്പോകുന്ന ഒരു സെക്ഷനുമാണ് കേട്ടോ. ഇതിങ്ങനെ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ തന്നെയാണ്. ഇതുണ്ടോ? ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഒരു ചിറകാണ് കാണുന്നത്. ഏറ്റവും വലിയ ട്രക്കിൽ അതിൻ്റെ ഉൾവശം കണ്ടോ? ഇതാണ് നമ്മൾ എടുത്ത് ത്രെഡുള്ള കമ്പികളാണ് അതിൻ്റെ ചിറകിൽ കൊടുത്തേക്കുന്നത്. ഇത് കറക്റ്റ് ആ പോയിന്റിലേക്ക് കയറ്റിയിട്ട് മുറുക്കുകയാണ്. അപ്പോൾ എന്ത് വില ഉള്ളതായിരിക്കും നമ്മൾ ആ വെൽഡ് ചെയ്ത് കയറുന്ന സ്ഥലം. അപ്പോൾ ഇതുകൊണ്ടോ, ഇതുപോലെ സാധനം കൊണ്ടുവരും. നിങ്ങൾ അടുത്ത് കാണാത്ത ഒരു കാഴ്ച മിറാക്കിൾ ഫാമിൽ ഒരു യാത്രയിൽ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നോക്കി എന്തു ഇതാണ്. നമ്മുടെ വണ്ടി കിടക്കുന്ന ഇനി ദൂരം പോകണം. ഏകദേശം ഒരു 100 മീറ്റർ. ഏകദേശം ഇതിനൊരു 70 മീറ്ററിലും നീളമുണ്ട്. ഇതിൻ്റെ വലിപ്പം കണ്ടോ, ഒരു ട്രക്കിൻ്റെ വലിപ്പമാണ് ഒരു ചിറക്. നമ്മൾ ദൂരെ കാണുമ്പോൾ മാക്സിമം ചെറുതായിട്ട് തോന്നുന്ന ഒരു കാറ്റാടിയുടെ ഒരു ലീഫാണ് ഈ കാണുന്നത്. വേറെ ഇത് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയാണ് ഈ സേലം. തേനിക്കും സേലത്തിനും ഇടയ്ക്കുള്ള ഭാഗങ്ങൾ. അവിടെയാണ് ഇതിൻ്റെ കൂടുതൽ പ്രൊഡക്ഷൻ കാണിക്കാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ഇത് വെള്ളത്തുറൈ എങ്ക ഇടം നമ്മ വീട് തിരുച്ചെന്തൂർ. അപ്പോൾ ഇത് തമിഴ്നാടാണ്. അതുപോലെ തന്നെ ചെന്നൈയിൽ നിന്നാണ്. ഇത് ചെന്നൈയിലാണ് പ്രൊഡക്ഷൻ അല്ലേ? ചെന്നൈയിൽ. ഇത് എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? തൂത്തുക്കുടിയിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, ഞങ്ങളുടെ ഒരു അവൻ്റെ പേര് MMJ ഫിഷറീസ് എന്ന് പറയുന്ന വലിയൊരു പ്രോഡക്റ്റ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട്, ഞങ്ങളുടെ ഒരു കസ്റ്റമർ. അപ്പോൾ അദ്ദേഹം ഒക്കെ ഉള്ള സ്ഥലമാണ് തൂത്തുക്കുടിയിലേക്കാണ് ഇത് കൊണ്ടുവന്നത്. അവിടെയാണ് ഇത് സ്ഥാപിക്കുന്നത്. അങ്കയിടത്തിൽ. അപ്പോൾ ഈ ഇദ്ദേഹമാണ് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് രാത്രിയിൽ മാത്രമേ വണ്ടി ഓടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് രാത്രിയിൽ ഓടിക്കും, ബാക്കിയുള്ള സമയത്ത് പകലിങ്ങനെ നിർത്തിയിടും. ഇത് എത്ര കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങനെ തൂത്തുക്കുടി ചെന്നൈ?
650 കിലോമീറ്റർ. എത്ര ദിവസം കൊണ്ട് പോയി വരും? 8 നാളും കൊണ്ട് പോയി വരും. ഇപ്പൊ എത്ര ജോലിക്കാരുണ്ട് വിത്ത്? 3 പേര്. ഒരു ക്ലീനർ, ഒരു പോട്ടർ, ഒരു ഡ്രൈവർ. 3 പേര് വിട്ടു. നിങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണം, വണ്ടിയിലെ സെഞ്ച്. അപ്പോൾ ഇവരെ കണ്ടു കാര്യങ്ങൾ. ഇത് എത്രയടി നീളം? അത് എത്ര മീറ്റർ വരും? 81 മീറ്റർ. ഞാനൊരു 70 മീറ്റർ പറഞ്ഞായിരുന്നു, 81 മീറ്റർ. അത് ഇവരെ കണ്ടപ്പോൾ നമുക്ക് ഇത് കൃത്യമായൊരു ഡീറ്റെയിൽ മനസ്സിലായി. അപ്പം നിങ്ങളിലേക്ക് മിറാക്കിൾ ഫാം ഈ ഒരു കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി സാധിച്ചു. അതിന് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഒരു ടേണിങ്, യൂട്ടേൺ ഒക്കെ വരുമല്ലോ, ടേണിങ് വലിയ വളവ്. அந்த വളവിൽ എപ്പടി വരും, എപ്പടി തിരിയും? അതായത് ലെഫ്റ്റ് പോകുമ്പോൾ റൈറ്റിൽ വരും. പിന്നാടി ടർണിംഗ് ഉണ്ട്, പിന്നാടി ടർണിംഗ് പ്ലേറ്റ് ഉണ്ട്. ടർണിംഗ് പ്ലേറ്റ് ഉണ്ട്. അതെല്ലാം ഓട്ടോമാറ്റിക്കലി കറങ്ങുന്നുണ്ട്. ஆட்டோமேட்டிக் கிடையாது, பின்னாடி இவர் உட்கார்ந்து ஆபரேட் பண்ணுவார். ഓ, இந்த ஆபரேட்டர். ഇത് ഓപ്പറേറ്റർ പിന്നാടി ഇരുന്ന് ഓപ്പറേറ്റ് വരും. പേര് സതീഷ്. ഓക്കെ, സതീഷ് എവിടെയാ സ്ഥലം? നിങ്ങളെല്ലാം ഒരേ നാടാ? ഇല്ല, ഞാൻ കൃഷ്ണഗിരി. കൃഷ്ണഗിരി. ഓക്കെ. അപ്പം സതീഷ് പുറകിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യും, ഇത് ഓപ്പറേറ്റ് ചെയ്യും. இந்த ആള് ഫ്രണ്ടിൽ ഓട്ടിയിട്ടിരിക്കും അല്ലേ? അപ്പോൾ അപ്പടി രണ്ടാള്. ഇത് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വരും? നിങ്ങൾ എങ്ങനെ പറയും സംസാരിക്കുന്നത്? വാക്കി ടോക്കിയിൽ വേണം സംസാരിക്കുന്നത്. അങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് ഒന്ന് അറിയിക്കാൻ നമുക്ക് വളരെ പറ്റി. അതിൽ നമുക്കൊരു സന്തോഷം. ഇതുപോലെ പുതിയ പുതിയ കാഴ്ചകൾ വരുമ്പോൾ ചിലത് ഞങ്ങൾ എടുത്തിടും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ ബൈ. ഓക്കെ അല്ലേ?